ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഓൾജിബ്രയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ എങ്ങനെ ആൻസറിലോട്ട് ഈസി ആയിട്ട് എത്താം എന്നുള്ള ട്രിക്കുകൾ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യൻസും ട്രിക്കുകൾ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഐഗൻ വാല്യൂ ആൻഡ് ഐഗൻ വെക്ടർ ഓഫ് ദി ഫോളോയിങ് മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂവും അതുപോലെ ഐഗൻ വെക്ടറും ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐഗൻ വാല്യൂവിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ട്രൈസിന് ഈക്വൽ ആണ്. എന്താണ് ട്രൈസ് എന്ന് പറയുന്നത്? ഒരു മെട്രിക്സിന്റെ ട്രൈസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണിലുള്ള എലമെന്റ്സിന്റെ സം ആണ്. ഓക്കെ, മെയിൻ ഡയഗണിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? -5ഉം -2ഉം. -5 -2 ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? -7 ആണ് വരുന്നത്. അപ്പൊ എപ്പോഴും ഐഗൻ വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് ട്രൈസിന് ഈക്വൽ ആണ്. ഓക്കെ, ഐഗൻ വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ട്രൈസിന് ഈക്വൽ ആണ്. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റിന് ഈക്വൽ ആയിരിക്കും. ഐഗൻ വാല്യൂസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റിന് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഡിറ്റർമിനന്റ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? -5 × -2 -2 × 2. ഓക്കെ, ദാറ്റ് ഈസ് 6 ആണ് കിട്ടുന്നത്. ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഐഗൻ വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് -7ഉം പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 6ഉം ആണെന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ വെച്ചിട്ട് ഇതുപോലെ സം -7ഉം അതുപോലെ പ്രോഡക്റ്റ് 6ഉം വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ അതിൽ സം എന്താ വന്നിട്ടുള്ളത്? -1 -6 എന്ന് പറഞ്ഞ സം എത്രയാ? -7 വരുന്നുണ്ട്. പ്രോഡക്റ്റും എന്ത് കിട്ടുന്നുണ്ട്? 6 കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാം. കാരണം വേറെ ഓപ്ഷൻസ് ഒന്നും എടുക്കുമ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സം -7ഉം അതിൽ പ്രോഡക്റ്റ് 6ഉം ആയിട്ട് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈസി ആയിട്ട് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് കണ്ടെത്താം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് ഐഗൻ വെക്ടർ എങ്ങനെ കണ്ടെത്താം എന്നാണ്. അപ്പൊ നമുക്ക് ഐഗൻ വെക്ടർ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. ഓരോ ഐഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ആദ്യം ഐഗൻ വാല്യൂ -1 ആണ് എടുക്കുന്നത്. ഓക്കെ, ഫോർ ഐഗൻ വാല്യൂ λ = -1 ഐഗൻ വെക്ടർ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ തന്നിട്ടുള്ള മെട്രിക്സ് ഉണ്ടല്ലോ, ആ മെട്രിക്സിൽ മെയിൻ ഡയഗണിലുള്ള എലമെന്റ്സിൽ നിന്നും ഈ ഐഗൻ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, മെയിൻ ഡയഗണിലുള്ള എലമെന്റ്സിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഐഗൻ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അതിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ x1 x2 എന്നാണ് എടുത്തിരിക്കുന്നത്. അതിന് ദെൻ =0 ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, =0 ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ മെയിൻ ഡയഗണിലുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ, -5 അതുപോലെ -2. -5ൽ നിന്നും -2ൽ നിന്നും എന്ത് ചെയ്യുന്നു? ഐഗൻ വാല്യൂ ആയ -1 സബ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? -4 2 2 -1 എന്ന് കിട്ടും. അതിന് x1 x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, =0 ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടുന്നത് ഈ ഒരു മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, അതായത് മൾട്ടിപ്ലൈ ചെയ്യാം. -4 2 2 -1 എന്നുള്ള 2/2 മെട്രിക്സും അതുപോലെ x1 x2 എന്നുള്ള ഒരു മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഇനി പോകുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്? -4 × x1 ചെയ്യണം, +2 × x2 ചെയ്യുന്നു. ഓക്കെ, -4x1 +2 × x2 = 0 എന്ന് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി ദെൻ സെക്കൻഡ് ഇക്വേഷൻ, ഇതുപോലെ സെക്കൻഡ് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുന്നു. സെക്കൻഡ് ഇക്വേഷൻ 2x1 - x2 = 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസും സെയിം ആയിരിക്കും. -4x1 + 2x2 = 0നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2x1 - x2 = 0 എന്നുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടുന്ന രണ്ട് ഇക്വേഷൻ എന്തായിരിക്കും? സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻ സെയിം ആയിരിക്കും. ഇനി ചെയ്യാനുള്ളത് ഇവിടെ x1ഉം x2ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 2x1 - x2 = 0 ആണെങ്കിൽ അതിന് നമുക്ക് 2x1 = x2 എന്ന് എഴുതാം. ഓക്കെ, -2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +2 ആവും. അങ്ങനെ 2x1 = x2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് x1ഉം x2ഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1/2 ആണ് കിട്ടുന്നത്. ഓക്കെ, x2 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 1/2 എന്നാണ് വരുന്നത്. അതായത് x1/x2 എന്നുള്ളത് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. ഓക്കെ, x1/x2 1/2 ആണെങ്കിൽ ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു λ = -1 എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുന്നത്? 1 2 എന്നാണ്.
ഓക്കെ, മെട്രിക്സ് 1 2 ആണ്. ലാംഡ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുന്നതിന് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിനകത്ത് ഡയഗണലിൽ നിന്നും ഐഗൺ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ അതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്തിട്ട് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുന്നു. ആ ഇക്വേഷനിലുള്ള കോയിഫിഷ്യന്റ് തമ്മിലുള്ള റിലേഷൻ ഫൈൻഡ് ചെയ്യുന്നതാണ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 1 2 എന്നുള്ളത് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ -1 -2 നമുക്ക് ഐഗൺ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വാല്യൂ -6 ആണ്. -6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മെട്രിക്സിൽ നിന്നും മെയിൻ ഡയഗണലിലുള്ള എലമെന്റ്സിൽ നിന്ന് -6 ആണ് ഇവിടെ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. മെയിൻ ഡയഗണലിലുള്ള എലമെന്റ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, -6 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 1 2 2 4 എന്നാണ്. 1 2 2 4ഉം x1 x2 = 0 ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടും, രണ്ടും സെയിം ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒറ്റ ഇക്വേഷൻ മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ, x1 + 2x2 = 0 എന്ന് കിട്ടും. ഓക്കെ, x1 + 2x2 = 0. ഇതിന് നമുക്ക് x1 = -2x2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, +2x2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -2x2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x1ഉം x2ഉം തമ്മിലുള്ള റിലേഷൻ എന്താ വരുന്നത്, x1/x2 എന്നുള്ളത് -2/1 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -6 എന്ന ഈ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് -2 1, മെട്രിക്സ് -2 1 അല്ലെങ്കിലോ ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 -1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, 0 അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മെട്രിക്സ് ആണ് ഐഗൺ വെക്ടർ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ -2 1 എന്നുള്ളത് ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ആൻസർ ഏത് പറയാം, ഓപ്ഷൻ എ ആണെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ദി റാങ്ക് ഓഫ് ദി മെട്രിക്സ്. ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റാങ്ക് ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. റാങ്ക് ഫൈൻഡ് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഈ ഒരു മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാണ്. ഓക്കെ, ഈ തന്നിട്ടുള്ള മെട്രിക്സ് ഏത് ഫോർമാറ്റിലാണ്, റോ എക്കലോൺ ഫോമിലാണ് ഇരിക്കുന്നത്. എന്താണ് റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റോ എക്കലോൺ ഫോം എന്ന് പറഞ്ഞാൽ ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ, ലീഡിങ് നോൺ സീറോ നമ്പർ. ഓക്കെ, ഓരോ റോ എടുക്കുകയാണെങ്കിലും അതിൽ ഫസ്റ്റ് കാണുന്ന നോൺ സീറോ നമ്പർ. ഓക്കെ, അതെന്ന് പറയുന്നത് നോക്കൂ, എല്ലായ്പ്പോഴും റൈറ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇൻ ദി റോ എബോവ്. അതായത് ഈ ഒരു റോ എടുക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് നോൺ സീറോ, ലീഡിങ് നോൺ സീറോ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ മുൻപുള്ള റോ ഉണ്ടല്ലോ, അതിൻ്റെ എബോവ് വരുന്ന റോയിലുള്ള നോൺ സീറോ എലമെന്റിന്റെ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നോൺ സീറോ റോ എന്ന് പറയുന്നത് എപ്പോഴും 0 റോയ്ക്ക് മുകളിലായിട്ടായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക. ഇങ്ങനെ 2 കണ്ടീഷനാണ് റോ എക്കലോൺ ഫോമിലുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മളൊരു എക്സാമ്പിൾ മെട്രിക്സ് കൂടി കൊടുത്തിട്ടുണ്ട്. റോ എക്കലോൺ ഫോമിലാണ് ഈ ഒരു മെട്രിക്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നോക്കൂ, സെക്കൻഡ് റോ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് 2 അല്ലേ. ഓക്കെ, അത് എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും, ഏതൊരു റോ എടുത്തു കഴിഞ്ഞാലും അതിലെ ലീഡിങ് നോൺ സീറോ നമ്പർ എന്ന് പറയുന്നത് അതിന് മുകളിലത്തെ റോ, ഓക്കെ, അതിന് മുകളിലത്തെ റോയിൽ ലീഡിങ് നോൺ സീറോ എലമെന്റ് എവിടെയാണോ അതിന്റെ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും 0 റോ എപ്പോഴും എവിടെയായിരിക്കും, നോൺ സീറോ റോന്റെ താഴെ ആയിട്ടായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക. ഇങ്ങനെ 2 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഫസ്റ്റ് റോ എടുക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് റോ എടുക്കുന്നു. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് ആദ്യത്തേതിനേക്കാളും റൈറ്റ് സൈഡിലായിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. തേർഡ് റോ എടുത്തതിൽ അതിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ആയ 3 എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് റോയിലുള്ള 2ന്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ വരില്ല, റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ 0 റോ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫോർത്ത് റോ. ഓക്കെ, ഏറ്റവും അവസാനത്തെ റോ എന്ന് പറയുന്നത് 0 റോ ആണ്. അത് എപ്പോഴും എവിടെയായിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുക, റോ എക്കലോൺ ഫോമിൽ ഏറ്റവും താഴെയായിട്ടായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക. അല്ലെങ്കിൽ 0 റോ നോൺ സീറോ റോയിന്റെ ബിലോ ആയിട്ടായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക. അപ്പോൾ തന്നിട്ടുള്ള മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാണ്. റോ എക്കലോൺ ഫോമിൽ ആണെങ്കിൽ അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും. നമ്പർ ഓഫ് നോൺ സീറോ റോ, എത്ര നോൺ സീറോ റോസ് ആണ് ഉള്ളത്? ഇവിടെ 3 നോൺ സീറോ ഉണ്ട് അല്ലേ. 1 2 3 3 നോൺ സീറോ റോസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണെന്ന് പറയാം.
റോ എക്കലോൺ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റോ എക്കലോൺ ഫോം എന്ന് പഠിച്ചു വെക്കുക. അതിൽ ആ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് റാങ്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എടുത്താൽ മതി. നമ്പർ ഓഫ് നോൺ സീറോ റോ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഇവിടുത്തെ 4th റോ എന്ന് പറയുന്നത് 0 റോ ആണ്. അതിനത് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി റാങ്ക് ഓഫ് ദി മെട്രിക്സ്? മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണ് റാങ്ക് ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു മെട്രിക്സിനെ റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് റോ എക്കലോൺ ഫോമിലോട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് റോ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് 1 ആണ്. ഈ 1ന് താഴെയുള്ള എല്ലാ എലമെന്റും 0 ആക്കി കൺവേർട്ട് ചെയ്യണം. അതിനായി റോ ട്രാൻസ്ഫർമേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 4 ആണല്ലോ. ഈ 4നെ 0 ആക്കാൻ 4 കൊണ്ട് മൈനസ് ചെയ്യണ്ടേ? ഓക്കെ, 4നെ 0 ആവാൻ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഫസ്റ്റ് റോ ആണുള്ളത്. ആ ഫസ്റ്റ് റോയിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 - 4 0 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെയാണ് ഈ 15 എന്നുള്ളതിന് 0 ആക്കാൻ എന്ത് ചെയ്യണം? 15 കൊണ്ട് മൈനസ് ചെയ്യണം അല്ലേ? 15 - 15 ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് റോയിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? ആ ഒരു എലമെന്റും 0 ആക്കി കിട്ടും. അപ്പോൾ ഇതിന്റെ ട്രാൻസ്ഫർമേഷൻ ഇങ്ങനെയാണ്. നോക്കൂ, കണ്ടോ? R2 റോ 2നെ എന്ത് ചെയ്യാം? റോ 2 - 4 R1 എന്ന് എഴുതാം. അതുപോലെ റോ 3 എന്ന് പറയുന്നത് എന്താണ്? R3 - 15 R1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? 1ന് താഴെയുള്ള എലമെന്റ് എല്ലാം 0 വന്നിട്ടുണ്ട്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. അതിന് താഴെയുള്ള എലമെന്റിനെ എല്ലാം എന്താക്കിയിട്ടുണ്ട്? 0 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് റോ കണ്ടോ? സെക്കൻഡ് റോ അതുപോലെ തേർഡ് റോ ഇവയിലെല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് -6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തേർഡ് റോയിനെ -18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ സെക്കൻഡ് റോനെ -6 കൊണ്ടും അതുപോലെ തേർഡ് റോയിനെ -18 കൊണ്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഈ ഒരു ഫോർമാറ്റിലുള്ളത്. ഓക്കെ, -6 18 12 ഇതിനെ -6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 -3 2 എന്ന് വരും. അതുപോലെ ലാസ്റ്റ് റോ എന്നുള്ളത് 1 -3 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യാനുള്ളത്? റോ 2 മൈനസ് റോ 3 ചെയ്യാം. ഓക്കെ, റോ 3 ചേഞ്ചസ് ടു റോ 3 - റോ 2 തേർഡ് റോ ഉണ്ടല്ലോ, തേർഡ് റോനെ സെക്കൻഡ് റോ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ തേർഡ് റോയിൽ നിന്നും സെക്കൻഡ് റോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ വരുന്ന റോ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് റോ എക്കലോൺ ഫോമിലാണോ? യെസ്, റോ എക്കലോൺ ഫോമിലാണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ റോ എക്കലോൺ ഫോമിലാണെങ്കിൽ അതിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 ആയതുകൊണ്ട് റാങ്ക് = 2 എന്ന് പറയാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 കിട്ടും. ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ആ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു മെട്രിക്സിനെ റോ ട്രാൻസ്ഫർമേഷൻ ചെയ്തിട്ട് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ റോ എക്കലോൺ ഫോം എന്താണെന്ന് പഠിച്ചു. ഇനി റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നോക്കൂ, റൈറ്റ് സൈഡിൽ കാണുന്നത് ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇൻ എ റോ ഷുഡ് ബി 1. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റോ എക്കലോൺ ഫോമിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണെന്ന് നിബന്ധനയില്ല അല്ലേ? പക്ഷെ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എവറി ലീഡിംഗ് 1 ഈസ് ടു ദി റൈറ്റ് ഓഫ് 1 എബോവ് ഇറ്റ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. ഏതൊരു റോ എടുത്തു കഴിഞ്ഞാലും ആ റോയിലെ നോൺ സീറോ എൻട്രി ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് മുകളിലത്തെ റോയുടെ റൈറ്റ് സൈഡിലായിട്ട് ഓക്യുപ്പൈ ചെയ്യണം. ഇവിടെയും അതേ കണ്ടീഷൻ തന്നെയുണ്ട്. അപ്പോൾ ലീഡിംഗ് 1 എന്ന് പറയുന്നത് എപ്പോഴും എബോവ് റോയേക്കാളും റൈറ്റ് സൈഡിലായിട്ടാണ് ഓക്യുപ്പൈ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് അടുത്ത തേർഡ് കണ്ടീഷൻ നോക്കൂ. ഇഫ് എ കോളം കണ്ടെയ്ൻ 1 ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഓഫ് എനി റോ ദെൻ എവറി അതർ എൻട്രി ഇൻ ദാറ്റ് കോളം ഈസ് 0. ഓക്കെ, അപ്പോൾ ഈ ഒരു റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഉള്ള റോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം? 0 ആയിരിക്കും. ആ കോളത്തിൽ മുകളിലുള്ള എലമെന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ കണ്ടോ? സെക്കൻഡ് റോ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1, അതിന് മുകളിൽ എന്ത് വരണം? 0 വരണം. തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി കണ്ടോ? അതിന് മുകളിൽ എന്ത് വന്നിട്ടുണ്ട്? എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. ഇതാണ് റോ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്കലോൺ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് 1 ഉണ്ടല്ലോ,
ഫസ്റ്റ് എലമെന്റ് 1, ഇതിന് താഴെയുള്ള എലമെന്റ് എല്ലാം നമുക്ക് എന്താക്കാം, 0 ആക്കാം. അതിനായിട്ട് R2 ചേഞ്ചസ് ടു 2 R1 എന്നും അതുപോലെ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 എന്നും കൊടുത്തു കഴിഞ്ഞാൽ 1ന് താഴെയുള്ള എലമെന്റ് എല്ലാം 0 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, നോൺ സീറോ റോ എന്ന് പറയുന്ന 0 റോന്റെ എബോ ആയിട്ട് വരണ്ടേ, ഇവിടെ ഇടയിൽ ഒരു 0 റോ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ R2നെയും R3നെയും നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ R3യും R2വും ഇന്റർചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, R3യിൽ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കാരണം ലീഡിങ് നോൺ സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണമല്ലോ. അതിനായിട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചെയ്യാനില്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയിരിക്കണം. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയിട്ടുള്ള ആ ഒരു കോളത്തിൽ അതിന് എബോവ് ആയിട്ടുള്ള എലമെന്റ് എല്ലാം എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ. അപ്പൊ ഇവിടെ 1ന് മുകളിലായിട്ടൊരു 2 ഉണ്ട്. ഈ 2നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് R1 ചേഞ്ചസ് ടു R1 മൈനസ് 2 R2 എന്ന് ചെയ്യുന്നു. ഓക്കെ, R1 ചേഞ്ചസ് ടു R1 മൈനസ് 2 R2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലാണ്. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. ഓക്കെ, ഇനി അടുത്ത റോയിൽ ഫസ്റ്റ് നോൺ സീറോ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൻ്റെ റൈറ്റ് സൈഡിലായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയിട്ടുള്ള ആ എൻട്രി ഉണ്ടല്ലോ, അതിന് മുകളിലുള്ള എലമെന്റ് എന്തായിരിക്കണം, ആ കോളത്തിൽ എലമെന്റ് 0 ആയിരിക്കണം. അങ്ങനെ എല്ലാ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റോ എക്കലോൺ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റോ റെഡ്യൂസ്ഡ് എക്കലോൺ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് k ഫോർ വിച്ച് ദി ഇക്വേഷൻ 3x plus y minus kz equal to 0, 4x minus 2y minus 3z equal to 0, 2kx plus 4y plus kz equal to 0 has non-trivial solution. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് ഉള്ളതെങ്കിൽ അവിടുത്തെ കെയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ ആ ഇക്വേഷൻസ് ഫോം ചെയ്യുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ടു 0 ആയിരിക്കും. നോൺ ട്രിവിയൽ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ഡിറ്റർമിനൻറ്റ് ഫോം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുമ്പോൾ ഇക്വേഷനിലെ കോയിഫിഷ്യൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ 3x plus y minus kz അതിലെ കോയിഫിഷ്യൻ്റ് ആണ് 3, 1 minus k. ഓക്കെ, അപ്പോൾ അതിനെ ഫസ്റ്റ് റോയിൽ പ്ലേസ് ചെയ്യുന്നു. ദെൻ അടുത്ത ഇക്വേഷൻ നോക്കൂ, 4x minus 2y minus 3z equal to 0. അതിലെ XYZന്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 4, -2, -3 ആണ്. അതിനെ സെക്കൻഡ് റോയിൽ പ്ലേസ് ചെയ്യുന്നു. ദെൻ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2kx plus 4y plus kz equal to 0 ആണ്. അതിലെ കോയിഫിഷ്യൻ്റ് 2k ഉണ്ട്, 4 ഉണ്ട്, k ഉണ്ട്. ഇതിനെ തേർഡ് റോ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ഈക്വൽ ടു 0 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം 3 എടുക്കുന്നു. ദെൻ -2 × k -2k വരുന്നു. -4 × -3 ആണ്. 4 × -3 എന്ത് വരും, -12 ആണ്. അങ്ങനെ മൈനസും മൈനസും കൂടി ചേർന്ന് +12 ആയി. അടുത്തത് മൈനസ് ഇട്ടു. ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ് വേണ്ടത്. മൈനസ് എടുക്കുന്നു. ദെൻ 1. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, 1 എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ ഇതൊഴിച്ച് ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്രോസ് ആയിട്ട് 4k -6 അല്ലേ, -6k എന്ന് വരും. അങ്ങനെ 4k + 6k എന്നായി -8. ഓക്കെ, -k ഇൻറ്റു അതുപോലെ 16 + 4k = 0 എന്ന് കിട്ടും. ഓക്കെ, ഡിറ്റർമിനന്റ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെട്രിക്സിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുന്നു. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ഇപ്പോൾ 3ന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -6k + 36 എന്ന് വന്നു. അതുപോലെ 4k + 6k 10k എന്ന് എടുത്തു. ദെൻ kന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -kന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -16kയും -4k² ഈക്വൽ ടു 0 എന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് എന്തെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. -4k² -32k + 36 ഈക്വൽ ടു 0 എന്ന്. ഈ കംപ്ലീറ്റ് ഇക്വേഷനെയും -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ k² + 8k -9 ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് k + 9 × k - 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. k + 9 × k - 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത്
സം എന്നുള്ളത് -8 കിട്ടണം. അതുപോലെ പ്രോഡക്റ്റ് -9 വരുന്ന രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട്? k = -9ഉം 1ഉം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അറിയില്ല എങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? -b ± √b² - 4ac / 2a അത് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരത്തിൽ ഈസി ആയിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കെയുടെ വാല്യൂ -9ഉം 1ഉം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്തിയിട്ടുണ്ട്. ഇനി ഓപ്ഷനിൽ ഇതിൽ ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് അത് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, then ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് എ ബി എ 5x5 matrix of rank 4, then the system of linear equation ax = 0 has. ഓക്കെ, ax = 0 എന്ന് പറയുന്ന ഒരു ലീനിയർ ഇക്വേഷൻ, അതിൽ എ എന്ന് പറയുന്നത് എന്താ? ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് അല്ലേ? ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ കോഎഫിഷ്യൻസിനെ വെച്ചിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് 5x5 ആവണമെങ്കിൽ അതിൽ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 5 ആയിരിക്കണം. പക്ഷേ റാങ്ക് എന്ന് പറയുന്നത് 4 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് അൺനോൺസ് 5ഉം റാങ്ക് 4ഉം ആണ്. ദെൻ അതായത് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോണിനേക്കാളും ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ ട്രിവിയലും ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷനും ആയിരിക്കും. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ ട്രിവിയൽ ആയിരിക്കും. അതുപോലെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഇൻഫൈനൈറ്റ്ലി മെനി നോൺ സീറോ സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ റാങ്ക് ഓഫ് മെട്രിക്സ്, ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോണിനേക്കാളും ലെസ് ആണെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും ആൻഡ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് പറയാം. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു വെക്ടർ സ്പേസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്സെറ്റ് ഓഫ് ദി വെക്ടർ സ്പേസ് R3 over R ഈസ് എ സബ്സ്പേസ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ സബ്സ്പേസ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്പേസിൻ്റെയും വെക്ടർ സ്പേസിൻ്റെയും നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് കുറേ ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ സിമ്പിൾസ് വരുന്നതൊന്നും എന്തല്ല? സബ്സ്പേസ് അല്ല. ഓക്കെ, ആ ഇക്വേഷനിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ സിമ്പിൾസ് വരുന്നത് സബ്സ്പേസ് അല്ല. അതുപോലെ x.y = 0 അല്ലെങ്കിൽ x/y = 0 ഈ ഫോർമാറ്റിൽ വരുന്നതും എന്തല്ല? സബ്സ്പേസ് അല്ല. പിന്നെ x = 0, y = 0, z = 0 എന്നൊക്കെ വരുന്നത് എന്താണ്? സബ്സ്പേസ് ആണ്. പക്ഷെ നോട്ട് ഈക്വൽ ടു 0യോ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വരുന്നതൊന്നും എന്തല്ല? സബ്സ്പേസ് അല്ല. പിന്നെ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻസിൽ കോൺസ്റ്റന്റ് ടേം നോൺ സീറോ വരുന്നത് എന്തല്ല? വെക്ടർ സ്പേസ് അല്ല. കോൺസ്റ്റന്റ് ടേം എന്ത് വരാൻ പറ്റില്ല? നോൺ സീറോ വരാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്താവില്ല? സബ്സ്പേസും ആവില്ല, വെക്ടർ സ്പേസും ആവില്ല. അതുപോലെ സെറ്റ് ഓഫ് ഓൾ ലോവർ ട്രയാങ്കുലാർ, അപ്പർ ട്രയാങ്കുലാർ, ഡയഗണൽ, സ്കെയിലാർ, സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എല്ലാം എന്താണ്? സബ്സ്പേസ് ആണ്. ഇത് പഠിച്ചു വെച്ചോളൂ. ഇതിനെ ബേസ് ചെയ്തിട്ട് തിയറംസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം ഈ തന്നിട്ടുള്ള ഇക്വേഷൻസിൽ എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കൂ. സബ്സ്പേസ് ഏത് എന്നാണല്ലേ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് കണക്കാക്കാം. x3 = 1 എന്നുള്ളത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് ടേം എന്ത് വരാൻ പറ്റില്ല? നോൺ സീറോ വരാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട്. കോൺസ്റ്റന്റ് ടേം നോൺ സീറോ വന്നു കഴിഞ്ഞാൽ അതൊരു സബ്സ്പേസ് ആവില്ല. ഇവിടെ കോൺസ്റ്റന്റ് ടേം 1 അല്ലേ, അത് നോൺ സീറോ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എന്തായി കൺസിഡർ ചെയ്യില്ല? ഒരു സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എന്തല്ല? സബ്സ്പേസ് അല്ല. ഇനി ഓപ്ഷൻ സി എടുക്കുകയാണെങ്കിലോ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ സിമ്പിൾ വരുന്നതൊന്നും എന്തല്ല? സബ്സ്പേസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സിയും എന്തല്ല? സബ്സ്പേസ് അല്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ഓപ്ഷൻ x3 = 0 ആണെങ്കിൽ അത് സബ്സ്പേസ് ആവുമായിരുന്നു. =0 ആണെങ്കിലാണ് അത് സബ്സ്പേസ് ആവുള്ളൂ. അതല്ലാതെ ഒരു നോൺ സീറോ എൻട്രി വന്നാൽ അത് സബ്സ്പേസ് ആവില്ല. പിന്നെ അടുത്തതിലാണെങ്കിൽ ഓപ്ഷൻ സിയിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്നുള്ള സിമ്പിൾസ് വന്നാൽ അതും സബ്സ്പേസ് ആവില്ല. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ട്രിക്ക് യൂസ് ചെയ്തിട്ട് സബ്സ്പേസ് ആണോ അല്ലയോ അല്ലെങ്കിൽ വെക്ടർ സ്പേസ് ആണോ എന്നൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അടുത്തത് 8th ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സബ്സ്പേസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് സബ്സ്പേസ് അല്ലാത്തത് എന്ന് ഫൈൻഡ് ചെയ്യണം. ഏതായിരിക്കും നോക്കൂ. ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ അതിൽ കണ്ടോ, ഓപ്ഷൻ എയിൽ =4 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, =4 വന്നാൽ എന്താ? നോൺ സീറോ ആണ് അല്ലേ? നോൺ സീറോ വന്നു കഴിഞ്ഞാൽ അത് എന്താവില്ല? സബ്സ്പേസ് ആവില്ല. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും സബ്സ്പേസ് ആണ്. =0 വന്നിട്ടുണ്ട്. പിന്നെ എക്സ് ഒരു ആർബിട്രറി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പോളിനോമിയൽ അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ വിത്ത് കോൺസ്റ്റന്റ് ടേം നോൺ സീറോ എന്ന് പറയുന്നത് എന്തല്ല, ഒരു സബ്സ്പേസ് അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാം. H1 എന്നുള്ളത് എന്തല്ല, ഒരു സബ്സ്പേസ് അല്ല. കാരണം എന്താണ്, ഈ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ പോളിനോമിയലിൽ കോൺസ്റ്റന്റ് ടേം എന്ത് വരാൻ പറ്റില്ല, നോൺ സീറോ വരാൻ പറ്റില്ല. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ഡയമെൻഷൻ ഓഫ് v by w ഈക്വൽ ടു 8 ആൻഡ് ഡയമെൻഷൻ ഓഫ് w ഈക്വൽ ടു 3 ദെൻ ഡയമെൻഷൻ ഓഫ് v. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്ത് നോക്കാം. അതിനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഡയമെൻഷൻ ഓഫ് v by w എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് v മൈനസ് ഡയമെൻഷൻ ഓഫ് w ആണ്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഡയമെൻഷൻ ഓഫ് v by w എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ഡയമെൻഷൻ ഓഫ് w 3 ആണ്. ഇവയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഡയമെൻഷൻ ഓഫ് v എന്ന് പറയുമ്പോൾ എന്ത് വരും, -3നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ +3 വരും അല്ലേ. അങ്ങനെ 8 + 3 എന്നാവും. അതായത് ഡയമെൻഷൻ ഓഫ് v എന്ന് പറയുന്നത് എന്താണ്, 8 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. ഡയമെൻഷൻ ഓഫ് v by w എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് v മൈനസ് ഡയമെൻഷൻ ഓഫ് w ആണ്. ആൻസർ 11 കിട്ടും. അടുത്തത് 10th ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബേസിസ് ഓഫ് വെക്റ്റർ സ്പേസ് R3? ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്, രണ്ട് വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ബേസിസ്, വെക്റ്റർ സ്പേസിൽ ബേസിസ് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ബേസിസ് ആണോ നോക്കുന്നത്. ബേസിസ് ഓഫ് വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ദെൻ വെക്റ്റർ സ്പേസ് സ്പാൻ ചെയ്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ലീനിയർലി ഇൻഡിപെൻഡന്റ്, ദെൻ സ്പാൻ വി. ലീനിയർലി ഇൻഡിപെൻഡന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക. ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യത്തെ വാല്യൂ, അതായത് ഓപ്ഷൻ 1 എടുക്കുന്നു. 1 എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അതുപോലെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഈ 1 0 1 0 1 0 -1 0 1 ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ റോ ആയിട്ട് പ്ലേസ് ചെയ്യാണ്. അങ്ങനെ റോ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഡിറ്റർമിനന്റ് കാണാൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 എന്നാണ് ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടിയിട്ടുള്ളത്. അത് നോട്ട് ഈക്വൽ ടു 0 അല്ലേ. ഓക്കെ, ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ്, നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള, സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ എസ് എന്ന് പറയുന്നത് സെറ്റ് 1 0 1 0 1 0 -1 0 1 ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ R എന്നുള്ള ഒരു റിയൽ നമ്പർ സെറ്റിൽ നിന്ന് 3 കോൺസ്റ്റന്റ് എടുക്കുകയാണ്. A1 A2 A3 എന്നുള്ള 3 കോൺസ്റ്റന്റ് എടുക്കുന്നു. ദെൻ A1 × 101 plus A2 × 010 plus A3 × -1 0 1 ഈക്വൽ ടു എന്തിലോട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, 0ലോട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൽ A1 A2 A3 എന്നുള്ളത് 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്പാൻ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, A1 - A3 ഈക്വൽ ടു 0, അതുപോലെ A2 ഈക്വൽ ടു 0, A1 + A3 ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. അതിൽ A2 0 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, A1 - A3യും അതുപോലെ A1 + A3 ഈക്വൽ ടു 0. ഇത് രണ്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, A1ഉം A2ഉം 0 ആണെന്ന് കിട്ടും. സോറി, A1ഉം A3യും 0 ആണെന്ന് കിട്ടും. A2ഉം ഓൾറെഡി 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓക്കെ 0 കിട്ടിയത് കൊണ്ട് ഈ ഫസ്റ്റ് തന്നിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ 1 0 1 0 1 0 -1 0 1 എന്നുള്ളത് എന്താണ്, ഒരു ബേസിസ് ഫോം ചെയ്യുന്നു എന്ന് പറയാം. ഇനി ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ ബി അല്ല, സെക്കൻഡ് ചോയ്സ് ഉണ്ടല്ലോ, സെക്കൻഡ് ചോയ്സ് എടുത്ത് നോക്കാം. അതിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുന്നു. ഇതിന് ഡിറ്റർമിനന്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്, 1 2 3 ഫസ്റ്റ് റോയിൽ 1 2 3 എഴുതുന്നു. സെക്കൻഡ് റോയിൽ 2 3 4, തേർഡ് റോയിൽ 2 4 6 എന്നിവ എഴുതിയിട്ട് ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാണ്. ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ് ആണല്ലോ. ഓക്കെ, ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ പിന്നെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് എന്തല്ല, ബേസിസ് ഫോം ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലീനിയർ ഓൾജിബ്രയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്